നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ദൈവങ്ങളെ, നിങ്ങള് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഉദയന്നൂരമ്മ അമ്മ സാറിനെ കാത്തു രക്ഷിച്ചല്ലോ. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പ്രണാമം, കോടി കോടി പ്രണാമം. നീ വാ പാർവതി, വാ. നമ്മുടെ വിശാലിന് ബോധം വന്നടാ. അവൻ കണ്ണു തുറന്നു. ഉദയന്നൂരമ്മ തുണച്ചതാ. എനിക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണം. അവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ വന്നാൽ ഉടനെ അകത്തേക്ക് കയറ്റിവിടാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ ചെല്ലു മോളെ. ഗാർഗി മോളെ, നീ ഇവിടെ നിന്നേ. അകത്തേക്ക് ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പാർവതി ചെല്ലട്ടെ. ചെല്ലു മോളെ. ശരി, എന്നാ പാർവതി ചെല്ല്. ശ്രദ്ധിച്ച് ചെന്നാ മതി. He is perfectly all right. Doctor. വരൂ. ഇനി സംസാരിച്ചോളൂ. വിശാൽ സർ. പാർവതി, സർ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ പാർവതി. ഒന്നും പറ്റിയിട്ടില്ല സർ. സാറിനും ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും നേരം സാറിന് ഓർമ്മ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു കുഴപ്പവും വരുത്താതെ ഉദയന്നൂരമ്മ സാറിനെ കാത്തോളും. നമ്മൾ വിരിച്ച വലയിൽ നിന്നും രണ്ടും രക്ഷപ്പെട്ടു. ഇത് വല്ലാത്ത തിരിച്ചടിയായി പോയല്ലേ ചേച്ചി. അങ്ങനെ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് വിശാല് പുറത്തേക്ക് വരാൻ എങ്ങനെയും കുറച്ചു ദിവസം എടുക്കും. അത്രയും ദിവസം പാർവതിയും അവന്റെ ഒപ്പം ഇവിടെ തന്നെ കാണും.
അതിനുള്ളിൽ പാർവതിയും വിശാലും ആരെയാണ് കാണാൻ പോയതെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകില് അവര് കാണാൻ പോയ ആളിനെ നമുക്ക് വിലക്കെടുക്കണം, അല്ലെങ്കിൽ അവനെ തീർത്ത് കളയണം. അത് മാത്രമേ ഉള്ളൂ നമുക്കിനി രക്ഷ. ചേച്ചി ടെൻഷൻ അടിക്കാതിരിക്കും. അവനെ ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ഡോക്ടർ, ഇനി പേടിക്കാനൊന്നുമില്ല. ഹി സർവൈവ് ദ ആക്സിഡന്റ്. അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. വളരെ ക്രിട്ടിക്കലായ കണ്ടീഷനാണ് വിശാൽ അതിജീവിച്ചത്. ശരിക്കും ഇതൊരു മിറാക്കിൾ ആണെന്ന് തന്നെ പറയാം. ദൈവമേ. മെഡിക്കൽ മിറാക്കിൾ. വിശാൽ എങ്ങനെയാണ് ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തിരികെ വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്തായാലും ആപത്തൊന്നും ഇല്ലാതെ അവനെ തിരികെ കിട്ടിയല്ലോ ഡോക്ടർ. ഇപ്പോഴാ സമാധാനമായത്. ഡോക്ടർ, എന്റെ മോൻ അവൻ രക്ഷപ്പെട്ടു അല്ലേ? അതെ. ഇനി വിശാലിനെ കുറിച്ച് ഓർത്ത് അമ്മ പേടിക്കുകയും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഹി വിൽ ബി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ? കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിശാൽ പൂർണ്ണ ആരോഗ്യവാനാകും. പഴയതുപോലെ തന്നെ വിശാലിനെ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുവരേക്കും വിശാലിനെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. എന്റെ മോനെ രക്ഷിച്ചതിന് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഡോക്ടർ. പറയണം ഡോക്ടർ, എന്റെ മോനെ രക്ഷിച്ചതിന് ഞാൻ എന്താ ഡോക്ടർക്ക് തരേണ്ടത്? ഡോക്ടർ എന്ത് ചോദിച്ചാലും ഞാനത് തരും. ചോദിക്കണം ഡോക്ടർ. എന്തായാലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഇതെല്ലാം ദൈവത്തിന്റെ കാരുണ്യമാണ്. ഒരു ഡോക്ടറിനും മെഡിസിൻസിനും ചെയ്യാവുന്നതിലപ്പുറമാണ് വിശാലിന്റെ കേസിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ മുകളിൽ ഓരോ വ്യക്തികളുടെയും വിശ്വാസവും ധൈര്യവുമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വിശാലിന്റെ സ്പീഡി റിക്കവറിക്ക് ഞാൻ കാണുന്നത് മാഡത്തിന്റെ മരുമകളുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയുമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.